സൂചിച്ചേട്ടനുള്ള സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷങ്ങൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നടന്നല്ലോ. കടം മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു. അത് ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനകത്ത് എന്താ സത്യം നമ്മൾ എന്തായാലും അതിനകത്ത് ഉൾക്കൊള്ളുന്നവരല്ല. മനസ്സിലായോ? ഞാൻ ആ ഫാമിലി പെട്ടതുമല്ല. എനിക്ക് കാണുമ്പോൾ സ്നേഹമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അനിയനാണ്, എൻ്റെ സുധീച്ചേട്ടൻ്റെ അനിയൻ്റെ സ്ഥാനമാണ്. ആൾക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്, എൻ്റെ ഒരു അനിയനാണ്. ഫാമിലിയായിട്ട് സ്നേഹിക്കുന്നത്. അവരുടെ ഫാമിലി ഫുൾ സപ്പോർട്ടില്ലേ. പിന്നെ അതിനകത്ത് സത്യം എന്താ പറയുക, ആ ഒരു നെഗറ്റീവിനകത്ത് സത്യം കാണത്തില്ല. അവരുടെ ഭാഗത്തായിരിക്കും സത്യം. നമുക്കറിയില്ലല്ലോ ഇതെന്താ സംഭവിച്ചത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ചേച്ചിക്ക് വാർത്തയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ച് വായിട്ടലക്കാതെ സ്ത്രീയെ അറിയത്തില്ലെങ്കിൽ മാറിയിരുന്ന് ഓൺലൈൻ മീഡിയയ്ക്ക് വേറെ വല്ല വീടിനെ കുറിച്ചെന്നോ ചുമര് പൊളിഞ്ഞെന്നോ വേറെ വല്ല ബൈറ്റ് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് സബ്സ്ക്രിപ്ഷനിലിടാൻ വല്ല വീഡിയോയും എടുക്കുക. അല്ലാണ്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കല്ലേ. സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന രീതിയിൽ തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടും ശബ്ദരേഖകൾ പുറത്തുവിട്ടിട്ടും ബാങ്ക് നടത്തിയ ട്രാൻസാക്ഷൻ ഉള്ള സാധനങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടും ഈ മണ്ടത്തരം ഇങ്ങനെ വന്ന് എഴുന്നള്ളിക്കല്ലേ. വീണ്ടും തലയിൽ തേങ്ങ വീഴും. മാറിയിരി. ബിഗ് ടി വി എക്സ്ക്ലൂസീവ് സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ ഷിയാസ് കരീം പണം വാങ്ങിയതിന്റെ തെളിവുകൾ ബിഗ് ടിവിക്ക് ലഭിച്ചു. പരാതിക്കാരിയിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ലക്ഷങ്ങളാണ് വാങ്ങിയത്. 2024 മുതലാണ് ഷിയാസ് പണം വാങ്ങിയത്. ഷിയാസിന്റെ അക്കൗണ്ടിലും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലും പണം വന്നിട്ടുണ്ട്. റാഫി കരീം നമുക്കൊപ്പം. റാഫി കരീം, അക്കൗണ്ടിന് കള്ളം പറയാൻ കഴിയില്ല. നേരിട്ട് കയ്യിൽ കൊടുത്തതല്ല, അല്ലാതെ അക്കൗണ്ട് വഴി വന്നത് എത്രയാണ്? സുജിയ, 20 ലക്ഷത്തോളം രൂപയാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ഷിയാസിനും ഷിയാസിന്റെ കുടുംബാംഗങ്ങൾക്കും പരാതിക്കാരിയായ യുവതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിന്റെ അക്കൗണ്ട് അടുത്ത ഒരു പുതിയ ഇഷ്യൂ ഒന്നുമല്ല. ഇയാളെ കുറിച്ചിട്ട് ഇതിൻ്റെ മുമ്പ് ഏതൊരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് തലതിരിച്ചിട്ടെല്ലാം യൂട്ടേൺ അടിച്ചിട്ട് പോയി. ഇപ്പോൾ രണ്ടാമത്തെ പരാതിയാണ്. ഇതിൽ ഇവൻ തന്നെ പറയുന്നുണ്ട് 60 വയസ്സുള്ള എൻ്റെ ഉമ്മായുടെ പ്രായമുണ്ടെന്ന്. ചുമ്മാ പറഞ്ഞതാണ്. സ്ത്രീക്ക് 60 വയസ്സൊന്നുമില്ല, ഏറിപ്പോയ ഒരു 40-45 വയസ്സുള്ളൊരു സ്ത്രീ. ഇയാൾക്ക് പൈസേൻ്റെ ആവശ്യത്തിന് മറ്റുമായിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, ആ സ്ത്രീനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത് ആ സ്ത്രീ മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായിപ്പോയി. പുതിയ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവന് ഭാര്യേനെയും വേണം, ഈ പെണ്ണുങ്ങളെയും വേണം, രണ്ടുപേരെയും വേണം. ഇയാൾക്ക് ആ സ്ത്രീനോടുള്ള താല്പര്യം കുറഞ്ഞത് തന്നെയാണ് ആ സ്ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വിടാൻ ഉണ്ടാക്കിയ ഒരു പ്രകോപനം എന്നാണ് ഇവരുടെ ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഈ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വിടാനുണ്ടായ പ്രകോപന കാരണം വേറൊന്നുമല്ല. പുള്ളിക്കാരി പരാതി കൊടുത്തു. പരാതിൻ്റെ കാര്യം ഇങ്ങനെ ന്യൂസായ സമയത്ത് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ, 60 വയസ്സുള്ളൊരു ഉമ്മൂമ്മയാണ്, എന്നെക്കുറിച്ച് അനാവശ്യം പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിലെ ഗോൾഡ് കൊണ്ട് പണയം വെച്ചിട്ടുണ്ട്, ഫാമിലി ഇഷ്യൂ ആണ്, ഇതാന്നൊക്കെ പറഞ്ഞ് ആ സാധനം അങ്ങോട്ട് വേറെ പല തലങ്ങളിലേക്കും കൊണ്ടുപോയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കി വിട്ടു. അത് കണ്ട സമയത്ത് പുള്ളിക്കാരിക്ക് എന്ത് കൊണ്ടു, ഇവൻ അയച്ച വോയിസും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പബ്ലിക്കാക്കി. ഇന്നും കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ പബ്ലിക്കാക്കിയിട്ടുണ്ട്. ആ വോയിസ് ആദ്യം കൊടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോവാം. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കണ്ടേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. 23-24 ഞാനവിടെ എത്തൂല. ഇൻഷാല്ലാ പൊളിക്കാം നമുക്ക്. മനഃപ്പുറം വിളിക്കാത്ത അത് ഞാനേ മനഃപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പരിപാടികളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷേ അത് നോമ്പ് നമ്മൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് മെസ്സേജാണ്. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞു, അല്ല വേറെ അപ്പോഴും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരക്കാണ്. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്. ഫുൾ ടൈം അങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ, എന്ത് ചെയ്യാൻ, നാട്ടിലല്ലോ, സൗദിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല. പിന്നെ ഞാനെങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ദർഫിലായിട്ട് വിഷയം തീർക്കോളൂ. നീ എനിക്ക് അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളൂ. നീ ദർഫിലായിട്ട് വിഷയം തീർക്കോളൂ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. 60 വയസ്സുള്ളൊരു ഉമ്മുമാൻ്റെ അടുത്ത് സംസാരിക്കേണ്ട രീതിയിലാണോ ഷിയാസ് കരീം കഴിഞ്ഞ വോയിസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ഉമ്മുമാനോട് ഉമ്മമ്മക്ക് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ ഷിയാസ് കരീമേ? കുറച്ചെങ്കിലും സാമാന്യ ബോധം വേണ്ടേ? 40 വയസ്സുള്ള ഒരു യുവതിനെയാണ് നിങ്ങൾ ഉമ്മൂമ്മയാക്കിയത്. ആ പുള്ളിക്കാരിക്ക് എത്ര ട്രിഗറായിട്ടുണ്ടാവും, എത്ര കൊണ്ടിട്ടുണ്ടാവും.
എന്തോരം വിഷമിച്ച് കാണും. കാരണം നിങ്ങൾ ഇത്രയും കാലം 2024 മുതൽ ആ സ്ത്രീയിൽ നിന്ന് പണം ഈടാക്കുന്നു, അവരെ കൊണ്ട് നടക്കുന്നു, അവരോട് പ്രണയം നടിച്ച് പൈസ ഈടാക്കുന്നു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വന്നിട്ട് പറയാം 60 വയസ്സുള്ള അമ്മൂമ്മയാണ്, കിളവിയാണ്, അത് ആ സ്ത്രീനെ എത്രത്തോളം നെഗറ്റീവ് ആക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിലും താൻ പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കൂടിയതെന്നുള്ളത് തനിക്ക് അവർ നടത്തിയ ട്രാൻസാക്ഷനുകളിൽ നിന്നും വ്യക്തമാണ്. അല്ലെങ്കിൽ ഒരാൾ ആത്മാർത്ഥമായ സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയധികം പണം അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈടാക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഭാര്യേൻ്റെ ഒരു വോയിസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഇവിടെ നിന്ന് കേൾപ്പിക്കാം. അങ്ങനെ കുറെ ഊറ്റി കുറെ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക് ഷീബയും ഉമ്മയും കുറെ ഊറ്റിയല്ലോ. കഥയൊക്കെ നമുക്കറിയാം, കണക്കും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും. അപ്പോൾ ഭാര്യയ്ക്കും അറിയാം ഇത് ഭർത്താവ് യമൻ്റെ കയ്യിൽ നിന്ന് ഊറ്റിയിട്ടുണ്ട് പണം എന്ന് അറിയാം. എന്നിട്ടും ആ സ്ത്രീ അങ്ങനെ അവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അവരുടെ നിസ്സഹായ അവസ്ഥ. അവരിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രസവം കഴിഞ്ഞൊരു കൈക്കുഞ്ഞായിട്ട് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഏതൊക്കെ രീതിയിലുള്ള തോന്നലുകളും പോകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ അവരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ കൂടെ ജീവിച്ചു കൊണ്ടൊരു നിസ്സഹായ അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ആ സ്ത്രീ അതിൽ തന്നെ നിൽക്കുന്നത്. ഇതിൽ വ്യക്തമാകാത്തൊരു കാര്യം എന്താ വെച്ചാൽ അവർക്കും കൂടെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമാണോ ലാസ്റ്റിലേക്ക് അവർ പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചാൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവസാന സെൻറ്റൻസ് അവതരിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ഇനി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഷിയാസിന്റെ ഗൂഗിൾ പേയിലേക്കും ഒപ്പം തന്നെ ഷിയാസിന്റെ കുടുംബാംഗങ്ങളുടെ ഗൂഗിൾ പേയിലേക്കും നൽകിയ തുകകളുടെ സ്ക്രീൻഷോട്ടുകൾ, ഒപ്പം തന്നെ ഷിയാസിന് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നൽകിയ വലിയ തുകകൾ, ഒപ്പം തന്നെ ഈ യുവതിയുടെ ATM കാർഡ് ഉപയോഗിച്ച് ഷിയാസ് പല ATMകളിൽ നിന്നായി എടുത്ത തുകകളുടെ കണക്കുകൾ, ഇവയെല്ലാമാണ് ഇപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായി നൽകിയ കണക്കുകളായി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഈ അക്കൗണ്ട് ട്രാൻസ്ഫറുകളിലൂടെ ഷിയാസ് കൈപ്പറ്റിയിരിക്കുന്നത്. അത് 2024 മുതൽ 2025 വരെയുള്ള ഒരു വർഷക്കാലയളവിലാണ് ഇത്തരത്തിൽ വലിയ തുകകൾ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ഷിയാസ് വാങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ 10 ലക്ഷത്തോളം രൂപ അത് ക്യാഷായി തന്നെ ഓരോ തവണയായി ഷിയാസ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഈ നിലയിൽ 49 ലക്ഷം രൂപ ഷിയാസ് പലപ്പോഴായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഈ ഷിയാസും കുടുംബം വല്ലാതെ വലിപ്പിച്ചല്ലോ. കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താല്ലേ ഇവരുടെ അവസ്ഥ? ഇവർ കുടുംബത്തോടെ ഒരു സ്ത്രീനെ വലിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാലേ. 1-2 പൈസയാണോ? 20 ലക്ഷം, അതും ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രം. കയ്യിൽ അതല്ലാണ്ട് 10 ലക്ഷം വീതം കൊടുക്കുന്നുണ്ട്. എന്തിന്? ഇയാളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത്. ഷിയാസ് കരീം ഇതൊക്കെ നടപടിയാണോ? ഇയാൾ ഇന്നാൾ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഇപ്പോൾ അതിൻ്റെ അയാൾക്ക് മതത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ മതത്തിനെ കൂട്ടുപിടിക്കുകയും അതിനാസ്പദമായ സപ്പോർട്ടും കാര്യങ്ങളും അയാൾക്ക് കിട്ടുകയും ഇപ്പോൾ ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളും വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുന്ന സമയത്ത് ചില ആൾക്കാരാണെങ്കിൽ പോലും അയാൾ പറഞ്ഞ അതേ കാര്യങ്ങളിൽ ഉരുളക്കുപ്പേരി പോലെ അതേ മതത്തിൽ തന്നെ അതേ നാണയത്തെ തിരിച്ചു കൊടുക്കുന്നതായിട്ടും കമൻറ്റ് ബോക്സുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനത് ഏതൊക്കെയാണ് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ പറയുന്ന ഓരോ വാക്കിലും ഞങ്ങളുടെ കിതാബ് ഖുർആൻ അത് ഇതെന്നും പറഞ്ഞിട്ട് അതിനെ ഇതാക്കി പറയും. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ഈ തട്ടിപ്പ് പ്രവർത്തികളും ഈ വക മോശം കാര്യങ്ങളും ഈ വേദ പുസ്തകങ്ങളനുസരിച്ച് ചെയ്യുന്നതാണോ എന്ന രീതിയിൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ വളർച്ചയ്ക്കും ഇയാളുടെ നിലനിൽപ്പിനും വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ വ്യക്തികൾ ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഷിയാസ് കരീമിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരാളും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. പരാതിയുടെ ഒപ്പം തന്നെ യുവതി പാലാരിവട്ടം സ്റ്റേഷനിൽ ഈ രേഖകളെല്ലാം ഹാജരാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് നേരത്തെ ഷിയാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. എന്തായാലും പുതിയ വിവരങ്ങളാണ് ഷിയാസിനെതിരെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഷിയാസിന്റെ വീഡിയോ പ്രതികരണത്തിന് പിന്നാലെ യുവതിയുടെ ശബ്ദ സന്ദേശങ്ങൾ, ഷിയാസിന് അയച്ച ശബ്ദ സന്ദേശങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ ഷിയാസ് യുവതിയോട് പണം ആവശ്യപ്പെടുന്നതും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പലപ്പോഴായി പണം നൽകണമെന്ന് പറയുന്നതും ബന്ധുവിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി നൽകണമെന്ന് പറയുന്നതും ഒപ്പം തന്നെ ജിമ്മിന്റെ ലാഭവിധം വാഗ്ദാനം ചെയ്യുന്നതുമെല്ലാം ആ ശബ്ദ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഷിയാസിന് പണം നൽകിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇത് തെളിവുകളായി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ തെളിവുകളിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഷിയാസ് കരീമിനെതിരായ സാമ്പത്തിക ചൂഷണ പരാതിയിൽ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശക്തമായ തെളിവുകൾ പുറത്തു വരട്ടെ, തെളിവുകൾ ശക്തമായി തന്നെ മുമ്പോട്ട് വരട്ടെ. അല്ലെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നൊരു വ്യക്തിയാണ്. പോരാത്തതിന് ഇച്ചിരി അഹങ്കാരം, കുറച്ച് അല്പനൊക്കെയാണ്. അത് എൻ്റെ സംസാരത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അനുമോൾ ദേവി ദീപ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരാതിരിക്കുക. ബിഗ് ബോസുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് എന്ന നിലയിലും കൂടിയാണ് പറയുന്നത്. അനാവശ്യമായി ഈ വക സാധനങ്ങൾ തലയിലെടുത്ത് വെക്കാതിരിക്കുക. ഒരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറയുന്നവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ മാത്രമായിരിക്കില്ല ആ വ്യക്തിയുടെ വേറൊരു വശം. അതാദ്യം ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കുക. എന്നാൽ ഇപ്പോൾ ഈ ഷിയാസ് കരീം എവിടെയാണ്, പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ഒളിവിലാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒളിവ് പോയ വഴിക്ക് ആ വഴി അങ്ങ് പൊക്കോളുക. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നാട്ടിലോട്ട് വരേണ്ട. കാരണം തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. കാരണം കേസ് അത്രയും ടൈറ്റാണ്. അങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്നു. യുവതിയുടെ കയ്യിൽ ശക്തമായ തെളിവുകളുണ്ട്. 60 വയസ്സുള്ള ഉമ്മൂമ്മയല്ല
40 വയസ്സുള്ള സ്ത്രീയാണ്. അപ്പം അതിൻ്റെതായ ചൂടും ചുരുക്കും ഒക്കെ കാണും, അത് മറന്നു പോരുത്. കാരണം ഡിജിറ്റൽ തെളിവുകളെല്ലാം ഇയാൾക്കെതിരാണ്. ഞാനതെല്ലാം ആലോചിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഇയാളുടെ ഭാര്യേൻ്റെ അവസ്ഥ. ആ കൈക്കുഞ്ഞിനും കൊച്ചുണ്ട്, അതിനെ മുല കിട്ടുമ്പോൾ ഈ വാർത്ത, ഈ വക വിചാരങ്ങൾ, ഈ വക ചിന്ത, ഇതെല്ലാം കൂടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ആ പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വാർത്ത വന്നതിന് പിന്നാലെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് എന്തോ കമൻറ്റോ കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കേൾക്കുന്നു. ചിലപ്പം ഭർത്താവിലുള്ള അന്ധമായ വിശ്വാസം കൊണ്ടോ നേരത്തെ പറഞ്ഞ പോലെ എന്തോ നിസ്സഹായ അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വിട്ടുപോയി കഴിഞ്ഞാൽ തനിക്ക് ഏതൊക്കെയോ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ടോ ആയിരിക്കാം, പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള അമിതമായ ട്രസ്റ്റ് കൊണ്ടും ആയിരിക്കാം. നമുക്ക് എല്ലാ വർഷവും ചിന്തിക്കണമല്ലോ. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രസ്തുത കക്ഷിയാണോ ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്ത്രീയാണോ എന്നറിയത്തില്ല. ഈ 2 സ്ത്രീകളിൽ ഏതോ ഒരു സ്ത്രീ ഫിറോസ്, നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ഫിറോസ് ഖാനുമായിട്ട് ഏതൊക്കെയോ രീതിയിലുള്ള ബന്ധങ്ങളോ ഇടപാടോ ഉണ്ടായിരുന്നു എന്ന് ഭാര്യ സജിന വന്ന് വെളിപ്പെടുത്തുന്ന വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്. അത് ഈ സ്ത്രീ ആണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഷിയാസ് കരീമുമായിട്ട് പരാതി ഒരു സ്ത്രീയുടെ പേരിൽ ഉണ്ടായിരുന്നല്ലോ, ആ സ്ത്രീയാണോ എന്നതിൽ വ്യക്തതയില്ല. എന്നാണെങ്കിലും സജിനേൻ്റെയും ഫിറോസ് ഖാൻ്റെയും വീഡിയോയും കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.